കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. ഇനി നമുക്കറിയേണ്ടത് ഈ വാർദ്ധക്യത്തിൽ എത്തുമ്പോഴേ, അതായത് രണ്ടുപേരും പ്രായാധിക്യത്തിൽ ഒരു കാലഘട്ടം ഉണ്ടല്ലോ. ആ പ്രായാധിക്യത്തിൽ എത്തുമ്പോൾ നമുക്ക് അവരിൽ മാനസികമായിട്ടുള്ള എന്തായാലും അന്തരങ്ങൾ കാണും. അപ്പൊ ആ അന്തരങ്ങൾ എങ്ങനെ പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാൻ പോകും, അതിനുവേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ കിട്ടിയ ഉപകാരം. ഞാൻ അങ്ങ് വളരെ വാർദ്ധക്യത്തിലെ കാര്യമല്ല പറയുന്നത്. നമുക്കൊരു റിട്ടയർമെന്റ് എന്ന് വെച്ചാൽ 50, 57, 60 വയസ്സിനിടയിലുള്ള കാര്യം. അപ്പോൾ ഒരുപാട് മാറ്റങ്ങളാണ്. ഇപ്പോൾ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവിടെ ആ ഒരു പ്രത്യേകതയുണ്ടല്ലോ, സൗന്ദര്യ കാര്യങ്ങളെല്ലാം അതെല്ലാം അങ്ങ് തീരെയാണ്. അതുപോലെ തന്നെ മക്കളുടെ വിവാഹം അത് കഴിയാണ്. അപ്പോൾ ഇവരിലെല്ലാം ഒരു നഷ്ടബോധം ഈ മാനസികമായിട്ടുണ്ടാവും. ഇതുവരെ നന്നായിട്ട് എല്ലാവരും നമ്മളെ അംഗീകരിച്ചു കഴിച്ചു വരുന്ന അത് സ്ത്രീയിലുണ്ടാകുന്ന ഒരു നഷ്ടബോധമാണ്. ഇത് പുരുഷനിലും ഉണ്ടാകും ഈ നഷ്ടബോധം. നഷ്ടബോധം എന്ന് വെച്ചാൽ ഇതുവരെ കിട്ടിയ ആദരവ്, മറ്റുള്ളവരിൽ നിന്ന് കിട്ടിയ ആദരവ് കുറയും. ഇത് ഇരുവരെയും ഭയങ്കരമായ ഒരു വിഷമം ഉണ്ടാക്കും. പക്ഷേ ഇതുവരെ വലിയ ആളായിട്ട് നടന്ന ആ പുരുഷ പങ്കാളിക്ക് ഇവിടെ ആരുടെ സന്തോഷം കിട്ടണം? ഭാര്യയുടെ സന്തോഷം കിട്ടണം, സ്നേഹം കിട്ടണം, പരിഗണന കിട്ടണം. കാരണം ഇതുവരെ നാട്ടുകാരുണ്ടായിരുന്നു, ഇപ്പൊ നാട്ടുകാരില്ല. ആരേ ഉള്ളൂ? സ്വന്തം ഭാര്യ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഒരു രോഗമുണ്ടാകാം, ഒരുപാട് നമുക്ക് വൈകാര്യ നിലയുണ്ടാകാം. ഈ സമയത്ത് ഭാര്യ മാത്രമേ ഉള്ളൂ. ഇവിടെ വേറൊരു സംഗതി കൂടെ സംഭവിക്കും. ഇച്ചിരി നല്ല ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ ചില പുരുഷന്മാർ ഇവരെ എല്ലാം തട്ടിത്തെറിപ്പിച്ച് വലിയ അഹങ്കാരത്തോടെ കൂടി പോകും. ഈ പദവിയും പൈസയും പണവും എല്ലാം കുറയുമ്പോൾ പെട്ടെന്ന് തിരിച്ചു വരുമ്പോൾ ചില ഭാര്യമാർ ഇതിനോട് മുഖം തിരിക്കുമ്പോൾ അയാളുടെ ജീവിതം എന്താ വാക്ക് പറയേണ്ട കാര്യമില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ ഓർക്കുക, നമ്മുടെ പങ്കാളി വഴക്കിട്ടോട്ടെ ബഹളം ഇട്ടോട്ടെ, ഒരു മനസ്സ്, ഒരു സന്തോഷം, ഒരു പരിഗണന എപ്പോഴും ഏത് വഴക്ക് പറയുമ്പോഴും അവരിലൂടെ ഉണ്ടാകണം. അതാണ് വേണ്ടിയിരിക്കുന്നത്. അതായത് ഒരു ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ നീ ഒരു ഉപകാരം ചെയ്യുമ്പോഴും മനസ്സിലൊരു ഏതിനായാലും ഉപദ്രവിച്ചാലും ഉപകാരം ചെയ്താലും ഒരു പരിമിതിക്കുള്ളിൽ നിർത്തിക്കൊണ്ട് വേണമെന്നുള്ളതാണ്. അതെ, ഏത് കാര്യത്തിലും രണ്ടുപേരും പരസ്പര പൂരകമായി പ്രവർത്തിക്കണം, എങ്കിലേ പറ്റൂ. അതല്ലെങ്കിൽ ഈ മണ്ടത്തരം വന്നു പോകും. കാരണം അവസാന കാലത്ത് ആരും ഇല്ലാതായി പോകും. അതെ, ജീവിതത്തിൽ മുന്നിൽ കാണേണ്ട ഒരു കാഴ്ചപ്പാടാണ് സാറ് പറഞ്ഞത്. അൽഹംദുലില്ലാഹ്, വളരെ ഉപകാരം സാറേ. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ.